കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാങ്കിങ്ങിൽ 7 വിദ്യാർത്ഥികൾക്കാണ് സസ്പെൻഷൻ. കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് നടപടി. SFI പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചുവെന്ന റാങ്കിങ്ങിനിരയായ വിദ്യാർത്ഥി 24നോട് വെളിപ്പെടുത്തിയിരുന്നു. പ്രകോപനമില്ലാതെ ബെൽറ്റ് കൊണ്ട് അടിച്ചെന്നും യൂണിയൻ ഓഫീസിൽ മുട്ടുകുത്തിച്ച് നിർത്തിയെന്നുമാണ് വിദ്യാർത്ഥി പറയുന്നത്. അജീഷ് ഒരിക്കൽ കൂടി തുടരുന്നുണ്ട്. അജീഷ്, ഈ ക്രൂരമായ മർദ്ദനത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? നേരത്തെ എന്തോ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ എന്തോ സംഘർഷമോ കശവിശൊക്കെ ഉണ്ടായിരുന്നു അവിടെ? അജീഷ്, ഹാഷ്മി, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തെ ഈ ക്യാമ്പസിനകത്ത് സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളും തമ്മിൽ ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ 11-ാം തീയതി അന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ 2 വിദ്യാർത്ഥികളെ ഇവർ മർദ്ദിച്ചത്. ആദ്യം ഈ അഭിഷേകിനെ തേടിയാണ് ഈ സീനിയർ വിദ്യാർത്ഥികൾ എത്തിയത്. ഈ സീനിയർ വിദ്യാർത്ഥികൾ അഭിഷേകിനെ മർദ്ദിക്കുന്ന സമയത്ത് ഈ കൂടെ ഈ ബിൻസ് ജോസും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബിൻസ് ജോസും ഇടപെട്ട് പിന്നെയും തർക്കമായി. പിന്നീട് ഈ ബിൻസ് ജോസിനെ ഇവർ നിർബന്ധിച്ച് ബലമായി യൂണിറ്റ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. യൂണിറ്റ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷമാണ് ഈ ക്രൂരമായ മർദ്ദനം, ആയുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചത്. മാത്രമല്ല തുപ്പിയിട്ട വെള്ളം കുടിക്കാൻ കൊടുക്കുക, അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തുക. തുടർന്ന് ഈ വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ഇവർ 2 പേരും പങ്ങപ്പാറയുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. ഈ ചികിത്സ തേടാൻ ഈ ആശുപത്രിയിൽ എത്തിയ സമയത്തും ഈ സീനിയർ വിദ്യാർത്ഥികൾ അവിടെ എത്തി ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. നിങ്ങൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുമെന്നായിരുന്നു ഇവരുടെ ഭീഷണി. പക്ഷേ അവർ അതിനെ വഴങ്ങിയില്ല. അവർ പോലീസിൽ പരാതി നൽകി, കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് 7 പേർക്കെതിരെ 7 പേരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരുന്നു. ഈ കുട്ടിയുടെ പരാതിയിൽ, വിദ്യാർത്ഥിയുടെ പരാതിയിൽ അത് റാഗിംഗ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഈ പ്രിൻസിപ്പലിനടക്കം ഈ വിദ്യാർത്ഥി പരാതി നൽകിയിരുന്നു. അങ്ങനെ ഈ വിദ്യാർത്ഥികൾക്കെതിരെ അന്ന് നടപടിയൊന്നും എടുത്തില്ല. തുടർന്ന് ഈ പ്രിൻസിപ്പൽ ഈ ആൻറ്റി റാഗിംഗ് സെല്ലിനെ നിയോഗിക്കുമായിരുന്നു ഈ അന്വേഷണം നടത്താൻ. അവരാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അന്വേഷണം നടത്തിയിരുന്നത്. അങ്ങനെയാണ് അവർ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പലിന് ഈ നടന്നത് റാഗിംഗ് ആണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പ്രിൻസിപ്പലിന് നൽകിയത്. അതായത് ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥികളെ അവരുടെ രക്ഷിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി, ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി, മറ്റു ക്യാമ്പസിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി. അവിടെ ക്യാമ്പസിനകത്തും പുറത്തുമുഖം ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അങ്ങനെയാണ് ഈ വിദ്യാർത്ഥിയെ നിർബന്ധപൂർവ്വം നേതൃത്വം നൽകിയവർ അവിടുത്തെ ക്യാമ്പസിലെ SFI ഭാരവാഹികൾ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ അജീഷ്? ഹാഷ്മി, ഇത് SFI ഭാരവാഹികൾ തന്നെ. ആ ക്യാമ്പസിൽ SFI ആണ് അധികാരമുള്ളത്. അവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പേരിന് പോലും ഭൂരിപക്ഷമില്ല അവിടെ. പക്ഷേ ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥികളും അവരും ഈ SFI ഇടത് പിന്തുടർച്ചയാണ്. അതായത് അവരുടെ പിതാവ്, അവരുടെ ഈ മർദ്ദനമേറ്റ ബിൻസ് ജോസിൻ്റെ അച്ഛനൊക്കെ പാർട്ടി പ്രവർത്തകനാണ്. CPM-ലടക്കം വലിയ ബന്ധമുള്ള ആൾ കൂടിയാണ്. ഈ വിദ്യാർത്ഥി അടക്കം SFI പ്രവർത്തകരാണ്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള, ഈ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു പ്രശ്നം, അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല. മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലുള്ള അങ്ങനെ ഒരു പ്രശ്നമായിട്ടല്ല ഇത് തുടങ്ങുന്നത്. ഈ സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ ഒരു ഈഗോ പ്രശ്നമായിട്ടാണ് സാധാരണ എല്ലാ ക്യാമ്പസുകളിലും ഈഗോ പ്രശ്നമാണെങ്കിലും ബെൽറ്റ് കൊണ്ട് അടിക്കുക, തുപ്പിയ വെള്ളം കുടിക്കാൻ കൊടുക്കുക, താഴെ വീഴുമ്പോൾ പിന്നെയും അടിക്കുക തുടങ്ങിയ അങ്ങേയറ്റം പ്രാകൃതമായ നടപടിക്രമങ്ങൾ, മർദ്ദനങ്ങൾ ക്യാമ്പസുകളിൽ സജീവമായി നിലനിൽക്കുന്നു എന്ന് കേരളം തിരിച്ചറിഞ്ഞ ദിവസങ്ങൾ കൂടിയാണ്. KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലോഷ്യസ് സേവ്യർ കൂടി ചെയ്യുന്നു. ശ്രീ അലോഷ്യസ് സേവ്യർ, നമ്മൾ കോട്ടയം നഴ്സിംഗ് കോളേജിലെ അങ്ങേയറ്റം മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതാണ്. അത് നമുക്കങ്ങനെ മരവിക്കാൻ കാരണം ആ ദൃശ്യങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ്. അതിനൊപ്പമോ അതിനേക്കാൾ കൂടുതലോ മർദ്ദനങ്ങൾ, റാഗിങ്, ക്രൂരതകൾ പല ക്യാമ്പസിലും നടക്കുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലാണ്. അലോഷ്യസ് സേവ്യർ, ശ്രീ ഹാഷ്മി, ഈ വിഷയവുമായി കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി നിരന്തരം നമ്മൾ പറയുന്ന ഒരു കാര്യം, കേരളത്തിലെ ക്യാമ്പസുകൾ, പ്രത്യേകിച്ച് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാർ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള SFI സ്പോൺസേഡ് റാഗിംഗ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആരോപണം നിരന്തരം ഉന്നയിക്കുന്നതാണ്. കാരണം ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ റാഗിങ്ങിന്റെ എല്ലാം ഒരു വശത്ത് SFI എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അതുകൊണ്ട് SFI സംസ്ഥാന നേതൃത്വത്തിന്റെ അടുത്ത് നിരവധി തവണ നമ്മൾ ആവശ്യപ്പെട്ടതാണ്, SFI ഈ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളെ മാധ്യമങ്ങൾക്ക് മുൻപിൽ തള്ളിപ്പറയുകയല്ല വേണ്ടത്. അവർ ആത്മാർത്ഥതയോടുകൂടി ഈ പ്രവണതകളെ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നിന്നും ഹോസ്റ്റലുകളിൽ നിന്നും നീക്കം ചെയ്യാൻ ഒരു ആത്മാർത്ഥത SFI എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഭാഗമായിട്ട് ഉണ്ടാകണം. ഇന്ന് കാര്യവട്ടം ക്യാമ്പസിൽ കേട്ടത്, സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. 1 വർഷം തികയുമ്പോൾ ഇന്ന് രാവിലെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ മാതാപിതാക്കളുമായി സംസാരിച്ചിരിക്കുന്ന വേളയിലാണ് ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു കാര്യം, SFI സംസ്ഥാന സമ്മേളനം എല്ലാം നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ റാഗിങ്ങിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി വിരുദ്ധതയെ, മനുഷ്യാവകാശ ലംഘനങ്ങളെ, ഇത്തരം പ്രവർത്തികളെ എല്ലാം കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നിന്ന്, ഹോസ്റ്റലുകളിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കേണ്ടതായിട്ടുണ്ട്. അതിന് ശക്തമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി മുന്നേറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഏത് തരത്തിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏത് തരത്തിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നിട്ടിറങ്ങാൻ
KSU തയ്യാറാണ്. SFI ഇനിയെങ്കിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്ന് പിന്മാറണം. അവരുടെ നേതൃത്വം അതിന് കൃത്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് KSU പറയുന്നത്. എന്തായാലും കാലം മാറിയും ക്യാമ്പസിൽ ഇത്തരമായ പ്രാകൃതമായ രീതിയിൽ മർദ്ദനം ഉണ്ടായാൽ ആ വാർത്ത പുറത്തേക്കെത്താനും കേസുകളാവാനും ഈ പറയുന്ന ഭാവി തന്നെ ഇല്ലാതാവാനുമുള്ള ഒരു നടപടിക്രമത്തിലേക്കാകും ഇത്തരത്തിൽ മർദ്ദിക്കാൻ കൈവെക്കുമ്പോൾ ആ വിദ്യാർത്ഥി ചെയ്യുന്നതെന്ന് ഈ പറയുന്ന വേട്ടക്കാർ മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്.